ആയുഷ്മാൻ ഭവാനി ചേച്ചി. ആരാ ഭവാനി ചേച്ചി? എന്താണിത്? മിസ്സിനൊന്നും കണ്ടില്ലേ? ഈ മാതിരി വേഷമായിട്ട് വരുമ്പോഴത്തേക്കും മര്യാദക്ക് നിന്നാ മതി പ്ലീസ്. ഇങ്ങനെ മതിയാ? മതി മതി മതി. എന്തേടാ കൊച്ചു പുസ്തകം? വർമാജി പോലത്തെ വർമാജി പടം കാണാൻ വേണ്ടി കൊണ്ടുവച്ചിരിക്കുന്നാന്ന് തോന്നുന്നു. ഇതാ കൊച്ചിന്റെ ജാതക. അയ്യേ. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. പരിപാടി കഴിയുമ്പോ സാധനം വേണം. പാറ്റവെള്ളം എങ്കിൽ പാറ്റവെള്ളം അതൊക്കെ സെറ്റാക്കി തരാം. ദയവ് ചെയ്ത് ചളവാക്കി കൊളവാക്കരുത്. നീ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. ദേ ഈ രാശിപ്പലകയിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചേ. എന്നാടാ തറവറന്ന് എഴുതി വെച്ചാൽ മതിയാ? തറയാന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, അറിയാം, എഴുത്. നീ എഴുത്. ആരെങ്കിലും വരുന്നുണ്ടോ നോക്ക്. അയ്യേ. എടാ ശങ്കില്ല, കപ്പലിന്റെ ഉള്ളൂ. കുഴപ്പമുണ്ടോ? ഇവനിത് കൊളവാക്കും. എന്തെങ്കിലും വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നിനക്ക്? എടാ കിഴങ്ങ, ഇതാണോ നിന്റെ കപ്പലിന്റെ? എടോ മര്യാദ. എടാ തീർക്കല്ല, കുറച്ചേ ഉള്ളൂ. ആ കൂയിലേക്ക് രണ്ടെണ്ണം കയറ്റി വെച്ചാൽ അത് പിന്നെ നിന്റെ. എടാ പെട്ടെന്ന് വിടുന്നു, അവര് വരുന്നു. പെട്ടെന്ന് വിടുന്നു. ഇരിക്കോടെ. മന്ത്രം 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 മന്ത്രം. ഓം നികോണീച്ച. നിങ്ങൾ ഇരുന്നോളുക. നിങ്ങളും ഇരുന്നോളിക്കൊള്ളുക. ദിഗംബരക്ഷീണായ. കണ്ണട മാറ്റാൻ, കണ്ണട മാറ്റാൻ, കണ്ണട മാറ്റടോ. ഗ്ലാമർ കുറച്ച് കൊള്ളാല്ലേ? തലക്കുറി ആയിക്കോട്ടെ. തലക്കറി വെച്ചിട്ട് കൊറേ നാളായി. തലക്കുറി വായിച്ചിട്ട് കുറച്ചു നാളായെന്ന്. ഇതാണ് കുട്ടിയുടെ തലക്കുറി. തിരുമേനിയുടെ നക്ഷത്രം ചോദിക്കാൻ. വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. തിരുമേനിയുടെ നക്ഷത്രം ചോദിക്കാൻ. ക്രിസ്മസ് കഴിഞ്ഞിട്ട് 6 മാസമായിടാ പട്ടി, എന്നിട്ടാണ് നക്ഷത്രം. അതല്ല, തിരുമേനിയുടെ നക്ഷത്രം മൂലമല്ലേ എന്ന് ചോദിക്കാൻ. തിരുമേനിയുടെ നക്ഷത്രം മൂലം അല്ലേ? അതെ. എങ്ങനെ മനസ്സിലായിരിക്കണു? മുഖത്ത് എഴുതി വെച്ചിരിക്കുന്നു. മുഖത്തിന്റെ കണ്ണാടി മൂലം എന്നല്ലേ? മൂലത്തെ പറ്റി ഒരു ശ്ലോകം ചൊല്ല്. മൂലത്തെ പറ്റി ഒരു ശ്ലോകം ചൊല്ലാൻ. ആവശ്യമായിട്ട് കിട്ടുന്നില്ല, പിന്നെ മൂലം വെച്ച ശ്ലോകം. ഇവളുടെ ആയുസ് നക്ഷത്രം അറിയാൻ വേണ്ടി വന്ന കവടി കസ്ക, കവടി കസ്ക, കവടി കസ്ക, കവടി കസ്കുമ്പോ എന്തെങ്കിലുമൊക്കെ പറ. സ്വാമിജി കോഫി വേണ്ട. കുടിക്കൂന്നേ. ഞാനല്ലേ തരുന്നു, കുടിക്കൂന്നേ. ഇപ്പൊ വേണ്ട. എടാ മതി, കസ്കൊന്നും മതി. എടാ മതിയടാ, വിടാൻ തോന്നില്ലടാ. മതി മതി. ചുമ്മാതല്ല, ജോത്സ്യന്മാർ ഇങ്ങനെ പിടിച്ച ആടിക്കൊണ്ടിരിക്കുന്ന മതി. ഇനി ഓരോന്ന് കളത്തിലെടുത്ത് വെക്ക്. കളത്തിലാക്കാല്ലേ? ആ കുത്തിക്കും താനും വരമ്പ കരിയും കുത്ത്, കരിയും കുത്ത്. ഇനി ഏതെങ്കിലും ഒരു മാസം പറ, മലയാളം മാസം പറ. കന്നി മതിയാ? പൊട്ടികൾ മാസമല്ലേ ഇത്? ചിങ്ങമാസത്തിലെ ശ്ലോകം ചൊല്ലു. ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. ഈ കുട്ടിയെ മറ്റാരോ സ്വന്തമാക്കിയിരിക്കുന്നല്ലോ. കള്ളം പറയരുത്. ഡോക്ടർമാരോടും ജോത്സ്യന്മാരോടും കള്ളം പറയരുതെന്നാ. അതെ, അബദ്ധത്തിൽ പുടവ കൈമാറിപ്പോയതാ. അതിന് പ്രായശ്ചിത്തം ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ പ്രായശ്ചിത്തം ചെയ്തിരിക്കുന്നു. നോ ചാൻസ്. കുട്ടിയുടെ ആയുസ് നോക്കിയെങ്കിൽ ഈ കുട്ടി പണ്ടേ മരിച്ചിരിക്കുന്നല്ലോ. കുട്ടി പണ്ട് ഉദ്ദേശം മനസ്സിലായില്ലേ? തലനാടി അടിക്കാൻ രക്ഷപ്പെട്ടിരിക്കുന്നേ. ഓ, ഇനി കുട്ടി മരിക്കുന്ന ഒരു ഒടുക്കത്തെ ആയുസാ. അല്ല, അത് ദീർഘായുസാണെന്നാണ് ഉദ്ദേശിച്ചത്. എന്നാ പിന്നെ പണി നിരത്തിയാലോ? നാളെ ആക്കാം.
തെക്കൻ കാറ്റ് വീശേണ്ട സമയമായിരിക്കുന്നു. എന്താ ആ, വീശ്. അത് ഈ രാശി പറയുമ്പോൾ ഉള്ള ഒരു ആ ആയിക്കോട്ടെ, ധൃതി കൂട്ടണ്ട. എന്നാ പിന്നെ വിശദം നാളെ ആവാ. ഓക്കെ ആ വരിക വരിക. ഇപ്പൊ വീശിയാലോ?